എബ്രായ ലേഖനം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. ഈ ലേഖനത്തിന്റെ പ്രധാന ആശയം ആദ്യമായി ചേർത്തിരിക്കുന്ന ഒരു ഭാഗമാണ് 2-ാം അധ്യായം 17-18 വാക്യങ്ങൾ. ക്രിസ്തുവിന്റെ മനുഷ്യ അവതാരത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. യേശുവിന്റെ പൗരോഹിത്യം, ഒരു മഹാപുരോഹിതൻ ദൈവസന്നിധിയിൽ പ്രതിനിധാനം ചെയ്യണമെങ്കിൽ തന്റെ ജനങ്ങളോട് യഥാർത്ഥമായി ഏകീഭവിക്കേണ്ടതാണ്. ഇവിടെ നാം വായിക്കുന്നത് യേശു ജനത്തോട് കരുണയുള്ളവനും ദൈവസന്നിധിയിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാണ്. ആദ്യമായിട്ടാണ് ലേഖനകർത്താവ് ക്രിസ്തുവിനെ വിശ്വസ്ത മഹാപുരോഹിതൻ എന്ന് ഈ ഭാഗത്ത് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രമേയം എന്ന് പറയുന്നത് ക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്നുള്ളതാണല്ലോ. നാം ഈ വാക്യം വളരെ സസൂക്ഷ്മം പഠിക്കുമ്പോൾ 17-18 വാക്യങ്ങൾ നമുക്ക് ഇങ്ങനെ അത് വിചിന്തനം ചെയ്യാം. പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുന്ന വിശ്വസ്ത മഹാപുരോഹിതനാണ് ക്രിസ്തു എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അവന്റെ പാപപരിഹാര ബലിയിൽ 2 കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഈ ദൂത് വളരെ പ്രധാനപ്പെട്ട ദൂതാണ്. നിങ്ങൾ നിസ്സാരമായി ഒരിക്കലും ഇതിനെ കണക്കാക്കരുത്. ആത്മനിയോഗത്തോടെ പരിശുദ്ധാത്മാവിൽ പ്രേരിതനായി എന്നെ കേൾക്കുന്ന നല്ലവരായ ശ്രോതാക്കളോട് ദൈവാനുഭവം നൽകുന്ന ഈ ഒരു വിശുദ്ധ അരുളപ്പാടുകൾ പ്രാർത്ഥനയോടെ നിങ്ങൾ കൈക്കൊള്ളുവാൻ ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുക. 2 പ്രധാനപ്പെട്ട വസ്തുക്കളാണ് ഈ വാക്യത്തിൽ കാണാൻ കഴിയുന്നത്. ഒന്ന്, പ്രായശ്ചിത്തവും പ്രാതിനിധ്യവും. യേശു ക്രിസ്തു തന്നെത്താൻ മറുപടിയായി കൊടുത്തു എന്നതിൽ പ്രായശ്ചിത്തവും, ആ യേശു എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നതിൽ പ്രാതിനിധ്യവും വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് നമുക്ക് ക്രിസ്തു എന്ന മഹാപുരോഹിതനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇവിടെ ക്രിസ്തു ഒരേ സമയം യാഗവസ്തുവും നിത്യപുരോഹിതനുമായി തീർന്നു. അതെ, അവൻ പാപിയുടെ യാഗവും വിശുദ്ധന്റെ മഹാപുരോഹിതനുമാണ്. ഇവിടെ നാം വായിക്കുന്നത് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ കർത്താവിന് കഴിഞ്ഞു. ഫിലിപ്പിയ ലേഖനം 2-6 മുതൽ വാക്യങ്ങളിൽ യേശു ദാസരൂപമെടുത്തു. മത്തായി സുവിശേഷം 20-25 യേശു മറുവിലയായി തീർന്നു. സർവ്വലോകത്തിന്റെ പാപം യേശു ഏറ്റെടുത്തു. സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ദൈവപുത്രൻ മനുഷ്യപുത്രനായി തീർന്നു. ഈ ഭൂമിയിൽ കർത്താവ് മനുഷ്യൻ അനുഭവിക്കുന്ന ദാരിദ്ര്യം, കഷ്ടത, പരീക്ഷ, മരണം എന്നതിൽ കൂടി എല്ലാം യേശു കടന്നുപോയി. കാരണം ജനത്തോട് കരുണയുള്ളവനായി തീരുവാൻ. ക്രിസ്തുവിന് വേണമെങ്കിൽ കൊട്ടാരത്തിൽ ജനിക്കാമായിരുന്നു. എന്നാൽ യേശു ജനിച്ചത് വളരെ ദാരിദ്ര്യം നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ്. വഴിയമ്പലത്തിന് പുറകിലുള്ള ഗോശാലയിൽ യേശു ജനിച്ചു. എല്ലാവർക്കും വഴിയമ്പലത്തിൽ സ്ഥലമുണ്ട്. സകലത്തിന്റെ ആധാരവും സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സകലത്തിന്റെയും കാരണഭൂതനായ ക്രിസ്തു വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ ഇപ്പോൾ വഴിയാധാരമായി ശീലകൾ പൊതിഞ്ഞ് ഒരു കാലിത്തൊഴുത്തിൽ കിടക്കുന്നതായിട്ട് കാണുന്നു. ഇപ്രകാരം സ്വന്തമായി തലചായ്ക്കുവാൻ വീടില്ലാത്തവന്റെയും കരം കൊടുക്കുവാൻ കാശില്ലാത്തവന്റെയും വിശക്കുന്നവന്റെ വിശപ്പും വേർപാടിന്റെ ദുഃഖവും രോഗത്തിന്റെ കാഠിന്യവും നമ്മുടെ കർത്താവിന് അറിയാം. ദൈവത്തിന് വചനം പറയുന്നു, അവൻ രോഗം ശീലിച്ചവനായിരുന്നു. ദുഃഖിക്കുന്നവരുടെ കൂടെ ദുഃഖിക്കുകയും കരയുന്നവരുടെ കൂടെ കരയുകയും ചെയ്ത കർത്താവ് സകലത്തിലും മനുഷ്യരോട് സഹതാപം കാണിപ്പാൻ കർത്താവിന് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് നമ്മുടെ വേദന അറിയുന്ന പോലെ മറ്റാരും അറിയുന്നില്ല. അവന് സഞ്ചരിക്കുവാൻ ഒരു വാഹന മൃഗമില്ലായിരുന്നു. നദിയുടെ അക്കരയ്ക്ക് പോകുവാൻ സ്വന്തമായ ഒരു പടകില്ലായിരുന്നു. അന്ത്യത്താഴം ഒരുക്കുവാൻ ഒരു മാളികയില്ലായിരുന്നു. ഇനി യേശുവിന്റെ ശരീരം കല്ലറയിൽ വെച്ചു എന്ന് നാം വായിക്കുമ്പോൾ അതുപോലും അരിമത്തലി ജോസഫിന്റെ തനിക്ക് വേണ്ടി വെട്ടിയൊരുക്കിയ ഒരു കല്ലറയിലാണ് ആ ശവശരീരം വെച്ചത്. ഇതായിരുന്നു നമ്മുടെ കർത്താവിന്റെ ജീവിത സാഹചര്യം. അപ്പോൾ തന്നെ നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, ഈ പുരുഷാരം ഇപ്പോൾ വീട്ടിലവരെ പറഞ്ഞു വിട്ടാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു വീഴും. അവർ വീട്ടിൽ എത്തിച്ചേരുകയില്ല, വഴിയിൽ തളർന്നു പോകുമെന്ന് ക്രിസ്തുവിന് വളരെ നന്നായി അറിയാമായിരുന്നു. വീടുകളിലേക്ക് അവർ ഓടി എത്തുന്നതിന് മുമ്പേ തളർന്നു പോകുന്ന ജനത്തോട് കർത്താവ് മനസ്സിലാക്കി. കാനാവിലെ കല്യാണ വീട്ടിലെ പോരായ്മ യേശു മനസ്സിലാക്കി അവിടെ ഒരു അത്ഭുതം ചെയ്തു. ഒരിക്കലും താൻ ജനിച്ചു വളർന്ന വീട്ടിലെ ശോധനീയാവസ്ഥ മനസ്സിലാക്കി 30 വയസ്സ് വരെയും ജോസഫിന്റെയും മറിയുടെ കൂടെ താമസിച്ചപ്പോൾ യേശുവിന്റെ നസ്രയത്തിലെ വീട്ടിൽ അവിടുത്തെ കുറവുകളും പോരായ്മകളും ഞെരുക്കങ്ങളും മാറ്റുവാൻ ഒരത്ഭുതവും ചെയ്തില്ല. 40 ദിവസം ഉപവസിച്ച് താൻ വിശന്ന് ഇരിക്കുമ്പോൾ പിശാച് കല്ല് അപ്പമാക്കി തുറക്കാൻ പറഞ്ഞപ്പോൾ അവിടെയും തന്റെ സ്വന്തം വിശപ്പടക്കുവാൻ യേശു കല്ല് അപ്പമാക്കി. എന്നാൽ മരുഭൂമിയിലെ ജനം വിശന്നപ്പോൾ അവർക്ക് ഭക്ഷിപ്പാൻ യേശു അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തു. അവരോട് മനസ്സിലായി. കാനാവിലെ കല്യാണ വീട്ടിൽ പോരായ്മ മാറ്റുവാൻ ആ വീട്ടിൽ ആ കുടുംബാംഗങ്ങളുടെ അടിയന്തര ആവശ്യത്തിന് ആ കുടുംബാംഗങ്ങളോട് സഹതാപം കാണിച്ച് അവിടെ യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തി. ഒരു കുഷ്ഠരോഗി വിളിച്ചു ചോദിക്കുന്നു, ഗുരു, അങ്ങ് മനസ്സലിഞ്ഞ് എന്നെ സൗഖ്യമാക്കണമേ എന്ന് ആ വിളിച്ചപേക്ഷിച്ചപ്പോൾ സൃഷ്ടാവിന് ആ സൃഷ്ടിയെ നോക്കി ഒരു വാക്ക് കൽപ്പിച്ചായിരുന്നെങ്കിൽ ആ ശരീരമൊത്തവും പൂർണ്ണമായി സൗഖ്യമായേനെ. പക്ഷെ യേശു പറഞ്ഞു, അവനെ അടുത്ത് വിളിച്ച് അരികത്ത് ചേർത്ത് നിർത്തി അവന്റെ ശരീരത്തിൽ തൊട്ടു. ഞാൻ പറയാൻ പ്രിയമുള്ളവരെ, അവന്റെ വ്രണം നിറഞ്ഞ കുഷ്ഠത്തിൽ തൊട്ടു. ഇതാണ് എന്റെ മനസ്സിൽ. പാളയത്തിന് പുറത്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ട, ശാപയോഗ്യമായ ജീവിത സാഹചര്യങ്ങളിൽ തുടരുവാൻ വിധിക്കപ്പെട്ട, എല്ലാവരും തള്ളിക്കളയുന്ന, ആർക്ക് സഹകരിക്കാൻ കഴിയാത്ത, എല്ലാവരും അകലം പാലിക്കുന്ന
കുഷ്ഠരോഗിയെ ചേർത്ത് പിടിച്ച് അവനെ തൊട്ട് യേശു തന്റെ സഹാനുഭൂതി പ്രകടിപ്പിക്കുക മാത്രമല്ല, അവനെ പൂർണ്ണമായി സൗഖ്യമാക്കി ചെയ്തു. ബെഥാനിയയിലെ മറിയ കരഞ്ഞപ്പോൾ യേശു കൂടെ കരഞ്ഞു. നയിലെ വിധവയായ സ്ത്രീയെ നോക്കി കർത്താവ് മനസ്സലിഞ്ഞു. ഈ പുരുഷാരം ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിന്നിച്ചിതറി പോകുന്നു കണ്ടപ്പോൾ യേശു മനസ്സലിഞ്ഞു. യെരൂശലേമിനെ നോക്കി യേശു കരഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് കരുണയുള്ളവനാണ്. നമ്മുടെ ക്രിസ്തു കരുണയുള്ള മഹാപുരോഹിതനാണ്. നമ്മുടെ വേദന കണ്ടിട്ട്, നമ്മുടെ തകർച്ച കണ്ടിട്ട്, നമ്മുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ട് വഴി മാറി പോകുന്നവരല്ല നമ്മുടെ കർത്താവ്. ഒരു നല്ല ശമരിയക്കാരന്റെ ഉപമയിൽ കർത്താവ് വെളിപ്പെടുത്തിയ ആ നല്ല ശമരിയക്കാരൻ മുറിവേറ്റവനെ കണ്ടപ്പോൾ വഴിമാറി കടന്നുപോയി എന്നല്ല കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. വാഹന മൃഗത്തിൽ നിന്ന് ഇറങ്ങി അടുത്തു ചെന്ന് കുടിക്കുവാൻ വീഞ്ഞ്, പുരട്ടുവാൻ എണ്ണ എല്ലാം നൽകുന്ന, വേദനയുടെ രാത്രിയിൽ വഴിയമ്പലത്തിലവനോട് കൂടെ താമസിക്കും, മുറിവേറ്റവന് ആവശ്യമുള്ളതെല്ലാം വീണ്ടും കൊടുക്കുന്ന, പണം മാത്രമല്ല വീണ്ടും വരാമെന്നുള്ള വാക്തത്വവും കൊടുത്തു. ഇതിലൂടെ എന്താണ് കർത്താവ് വെളിപ്പെടുത്തിയത്? ഇതായിരുന്നു ക്രിസ്തുവിന്റെ മനോഭാവം. ആ കർത്താവ് വിശ്വസ്ത മഹാപുരോഹിതനാണ്. ദൈവം മനുഷ്യനായി, അപ്പോൾ തന്നെ ജനത്തിന്റെ പ്രതിനിധിയായി, ദൈവമുമ്പാകെ ഒരു പുരോഹിതനുമായി. പ്രിയമുള്ളവരെ, ഈ പഠനം തുടരുന്നതാണ്. പ്രാർത്ഥനയോടെ നമുക്കിന്ന് ഈ പ്രഭാതത്തിൽ ഈ വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ക്രിസ്തു നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. ഇന്ന് നമ്മളോട് കരുണ കാണിക്കുന്ന മഹാപുരോഹിതൻ, ആ ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അനുഭവിച്ചറിയുവാൻ വീണ്ടും സർവശക്തൻ കൃപ നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു.